Come on, let's go just for fun. ഇന്നൊരു കുഞ്ഞു യാത്രയാണ്. ഫോർ റിലാക്സിങ്, ടു ബി കൂൾ, ടു മേക്ക് പോസിറ്റിവിറ്റി. ഒരു മൈൻഡ് റീഫ്രഷിന് യാത്രകളൊക്കെ നല്ലതാണ്. ലക്ഷ്യസ്ഥാനം മാത്രമല്ല, യാത്ര മനോഹരാക്കുന്നത് കൂടെയുള്ള മനുഷ്യരുമാണ്. ഇന്നത്തെ യാത്രയ്ക്ക് ഒരുപാട് ലക്ഷ്യമുണ്ട്. അടുത്തായിട്ടും ഇതുവരെ പോവാത്ത വെള്ളിയാങ്കല്ല് പാർക്കിൽ പോകണം, വേപ്പാനും ഉമ്മുമ്മാനും കാണണം, സർബത്ത് ഷെഫീഖിൻ്റെ ഷോപ്പിൽ നിന്ന് സർബത്ത് കുടിക്കണം. പാർക്കിനെ പറ്റി പറയുവാണെങ്കിൽ കാം ആൻഡ് കൂൾ പ്ലേസ്. മൈൻഡ് റിലാക്സ് ചെയ്യാൻ പോകുന്നവർക്ക് തീർച്ചയായും ഉപകരിക്കും. ക്രൗഡ് ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയറാണ്. പ്രകൃതി ആസ്വദിച്ചു നിന്ന് കൂടെയുള്ളവരെ തേടിപ്പോയപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണ് ലൈഫ് പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു. ഉമ്മയും മോനെ ആ റൈഡിൽ കയറ്റാനുള്ള തന്ത്രപ്പാടിലാണ്. അവൻ എന്നെപ്പോലെ ഹൈറ്റ് എപ്പോഴും പേടിയാണ്. പാരൻറ്റിൻ്റെ പോസിറ്റിവിറ്റി മാത്രമല്ല, അവരുടെ നെഗറ്റീവ്സും മക്കൾക്ക് കിട്ടും. ബട്ട് അതിനെ നമ്മൾ മോട്ടീവ് ചെയ്തെടുക്കണം. ഞങ്ങളുടെ മോട്ടിവേഷൻ്റെ റിസൾട്ടായി അവൻ അങ്ങോട്ട് കയറി. ഇവിടുത്തെ പല സ്പോട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോ കാര്യങ്ങൾ കണ്ടു നിൽക്കുമ്പോൾ സത്യത്തിൽ ടൈം പോകുന്നതൊന്നും അറിയില്ല. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വെറുതെ സംസാരിച്ചിരിക്കാനും ഭയങ്കര രസമായിരുന്നു. ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡിലോട്ട് കയറുന്ന പോലെ നമുക്ക് തോന്നും. ഇവനിവിടെ പല കാര്യങ്ങളും ചോദിച്ചിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ ഈ സ്പോട്ടിൽ നിന്നും നേരെ പോകുന്നത് വെള്ളിയാങ്കല്ല് പാർക്കിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. വേറെ എങ്ങോട്ടുമല്ല, സർബത്ത് ഷെഫീഖിൻ്റെ ഷോപ്പിലോട്ടാണ്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വൈറലായ ഒരു സർബത്ത് സെലിബ്രിറ്റിയാണ് ഷെഫീഖ്. നമ്മളെ കണ്ട മുതലേ ആളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഉപ്പിലിട്ടത് കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ പാൽ സർബത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ഉപ്പിലിട്ടത് പാക്ക് ചെയ്തെടുത്തു. പിന്നെ പാൽ സർബത്തിന് ശേഷം ചിമ്പിളിങ്ങ, കിക്കിളി, ചീറിപ്പാഞ്ഞത്, അങ്ങനെ പേരറിയാത്ത പല സർബത്തുകളും ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ചു. ഷെയ്യു എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. എന്ത് ഭക്ഷണം ആയാലും വയറിന് മാത്രം ആ ഒരു രുചി കിട്ടിയാൽ പോരല്ലോ, മനസ്സിനും കിട്ടണ്ടേ. ആ ഒരു നിറവ് നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കിട്ടും. അങ്ങനെ സർബത്ത് ഷെഫീഖിൻ്റെ തിരക്കിലോട്ടും ഞങ്ങളുടെ സ്വന്തം വേപ്പാനെയും ഉമ്മുമാനെയും കാണാനായിട്ട് തിരിച്ചു. പണ്ടൊക്കെ ഈ വഴി വരുന്നത് ഒരു ഉത്സവം പോലെയായിരുന്നു, ഒരു സെലിബ്രേഷൻ. പക്ഷേ ഇന്നവരുടെ വാർദ്ധക്യം ആ ഒരു വീടിനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സൈലൻ്റ് ആക്കിയിട്ടുണ്ട്. മോൾക്ക് വേണ്ടി ഒരുപാട് വേപ്പ പ്രാർത്ഥിച്ചു. പഴയ കളിതമാശയില്ലെങ്കിലും ഒരുപാട് സന്തോഷത്തിൽ നിന്നും അവിടെ നിന്ന് മടങ്ങി. ചില ഇത്തിരിക്കുന്ന യാത്രകളും ഒത്തിരി സന്തോഷവും സമാധാനവും നൽകും. യാത്ര ചെയ്ത് വീട്ടിലെത്തി ഇതുപോലെ ആ യാത്രയെ ഒന്ന് റിവൈൻഡ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും തോന്നും.